നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ദർശനത്തിനായി വൻ തിരക്ക്. പെരിയ ഇരട്ടക്കൊലപാതകം സാക്ഷി വിസ്താരം പൂർത്തിയായി. ഈ മാസം അവസാനത്തോടെ വിധി ഉണ്ടായേക്കും. സ്കൂൾ ബസ് അപകടത്തിൽ കാൽനടയാത്രക്കാരൻ മരിച്ച സംഭവം നടുക്കം മാറാതെ കാഞ്ഞങ്ങാട്. പുലിക്കുന്നിലെ നവീകരണ പ്രവൃത്തി പൂർത്തിയാകുന്നു. റോഡടച്ച് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ശനിയാഴ്ച മുതൽ ഒഴിവാക്കും. പോക്സോ കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി. കേസ് രജിസ്റ്റർ ചെയ്തത് ബന്ധുവായ പെൺകുട്ടി നൽകിയ പരാതിയിൽ. NH അൻവറിന് ആദരം. കണ്ണൂർ COA ഭവന്റെയും കണ്ണൂർ വിഷൻ ചാനലിന്റെയും പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ആദരമേകിയത്. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മഹാനവമി നാളിലെ ദേവിയുടെ പുഷ്പരഥോത്സവം രാത്രി 9:30 നടക്കും. നവരാത്രി ആരംഭത്തിൽ തന്നെ കൊല്ലൂരിൽ ദർശനത്തിനായി തിരക്കേറി. വാഗ്ദേവതയായ മൂകാംബികമ്മയുടെ സന്നിധിയിൽ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ സ്തംഭഗണപതി പൂജയും ശ്രീകോവിലിൽ ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശവും സ്ഥാപിച്ചതോടെ കൊല്ലൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിജയദശമി ദിനം വരെയുള്ള ദിവസങ്ങളിൽ മലയാളികളായ ഭക്തലക്ഷങ്ങൾ ദേവീ ദർശനം തേടിയെത്തും. മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടികയുടെ കാർമ്മികത്വത്തിലാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്ര കൊടിമരത്തിന് മുൻപിൽ സ്തംഭഗണപതി പൂജ നടന്നത്. മഹാനവമി ദിവസമായ ഒക്ടോബർ 11 വെള്ളിയാഴ്ച രാവിലെ 11:30 മണിക്ക് ചണ്ഡികായാഗവും തുടർന്ന് 9:30 ഋഷഭലഗ്നത്തിൽ ദേവിയുടെ പുഷ്പരഥോത്സവവും നടക്കും. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ചൈതന്യങ്ങളുടെ സമ്മേളിത ഭാവമാണ് മൂകാംബിക അമ്മ. വിജയദശമി ദിനമായ ശനിയാഴ്ച പുലർച്ചെ 4 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലപാതകം സാക്ഷി വിസ്താരം പൂർത്തിയായി. ഈ മാസം അവസാനത്തോടെ വിധി ഉണ്ടായേക്കും. എറണാകുളം CBI കോടതി ജഡ്ജ് ശേഷാദ്രിനാഥാണ് വിധി പ്രസ്താവിക്കുക. പ്രമാദമായ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സാക്ഷി വിസ്താരം പൂർത്തിയായി. കേസിൽ ഈ മാസം അവസാനത്തോടെ എറണാകുളം CBI കോടതി ജഡ്ജ് ശേഷാദ്രിനാഥ് വിധി പ്രസ്താവിക്കും. കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാൽ, കൃപേഷ് എന്നിവരെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങളിൽ പിന്തുടർന്നെത്തി മൃഗീയമായി കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണയാണ് എറണാകുളം CBI കോടതിയിൽ പൂർത്തിയായത്. പ്രോസിക്യൂഷനു വേണ്ടി 154 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 2023 ഫെബ്രുവരി മുതൽ ഈ വർഷം ഫെബ്രുവരി വരെ 1 വർഷത്തോളമാണ് വിസ്തരിച്ചത്. പ്രതിഭാഗം അഭിഭാഷകരുടെ അപേക്ഷ പ്രകാരം 4 പേരെ കോടതി ഇന്നലെ വിസ്തരിച്ചു. പ്രതികൾക്ക് വേണ്ടി മണികണ്ഠൻ ഏച്ചിലടുക്കം, സുമിത് നാരായണൻ, സംഭവം നടക്കുമ്പോൾ ബേക്കൽ സ്റ്റേഷനിലെ GDയും ഇപ്പോഴത്തെ ബേക്കൽ SCയുമായ ഷൈൻ, പള്ളിക്കര സ്വദേശി ഷെഹസാദ് ഫർഹാൻ എന്നിവരെയാണ് വിസ്തരിച്ചത്. 2019 ഫെബ്രുവരി 17 രാത്രിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവരെ മൃഗീയമായി കൊലപ്പെടുത്തിയത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ 14 പേരെ പ്രതി ചേർക്കുകയും 2019 ഫെബ്രുവരി 21 11 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒന്നാം പ്രതി A. പീതാംബരനടക്കം 11 പ്രതികൾ ഇതുവരെയും ജാമ്യം കിട്ടാത്തതിനാൽ കഴിഞ്ഞ 5.5 വർഷത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പ്രതി ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ അടക്കം 3 പേർ ജാമ്യമെടുത്തിരുന്നു. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കേസന്വേഷണം സുപ്രീം കോടതി CBIക്ക് വിട്ടു. തുടർന്ന് തിരുവനന്തപുരം CBI യൂണിറ്റ് DYSP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 10 പേരെ കൂടി പ്രതി ചേർക്കുകയും 5 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവർ 3 വർഷത്തിലേറെയായി കാക്കനാട് ജയിലിലാണ്. CBI പ്രതി ചേർത്ത CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ അടക്കം 5 പേർ കോടതിയിൽ ഹാജരായി ജാമ്യത്തിലിറങ്ങി. KV കുഞ്ഞിരാമൻ 20ാം പ്രതിയാണ്. രാജ്യം ശ്രദ്ധിക്കുന്ന കേസിൽ ഇന്നു മുതൽ CBI കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ആരംഭിക്കും. 16-ന് വാദം പൂർത്തിയാകും.
തുടർന്ന് കേസിൽ വിധി പ്രസ്താവിക്കുന്ന തീയതി കോടതി പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ട് മണലിൽ സ്വദേശി കൃഷ്ണന്റെ മരണത്തിനിടയാക്കിയ സ്കൂൾ ബസ് അപകടത്തിൽപ്പെടാൻ കാരണം പിൻടയറിന്റെ തേയ്മാനം. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മുന്നിലുണ്ടായിരുന്ന കാറിനെയും സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന കൃഷ്ണനെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ സമീപത്തെ ഇലക്ട്രോണിക്സ് കടയിലേക്ക് ഇടിച്ചു കയറി വലിയ അപകടം തന്നെ സംഭവിക്കുമായിരുന്നു. കാഞ്ഞങ്ങാട്ട് വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന സ്കൂൾ ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ച സംഭവത്തിൻ്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല. കാഞ്ഞങ്ങാട് കിഴക്കുംകര മണലിൽ സ്വദേശി 67-കാരനായ കൃഷ്ണനാണ് അപകടത്തിൽ മരിച്ചത്. പിൻടയറിൻ്റെ തേയ്മാനമാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെടാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ബസിൻ്റെ മറുവശത്തെ ടയറുകൾ റീസോൾ ടയറുകളായിരുന്നു. തേഞ്ഞ് ഉള്ളിലെ നൂൽക്കമ്പികൾ കാണുന്ന പിൻടയറുമായി ഓടിയ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മുന്നിലുണ്ടായിരുന്ന കാറിനെയും സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കൃഷ്ണനെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച് നിന്നില്ലായിരുന്നുവെങ്കിൽ ഇലക്ട്രോണിക്സ് കടയിലേക്ക് ഇടിച്ചു കയറി വലിയ അപകടം തന്നെ സംഭവിക്കുമായിരുന്നു. അപകടത്തിൽ ബസ്സും സ്കൂട്ടറും ഭാഗികമായും കാർ പൂർണ്ണമായും തകർന്നു. അപകടമുണ്ടായ ഉടനെ ബസ് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ബസ് സർവീസ് റോഡിലേക്ക് ഇടിച്ചു തെറിപ്പിച്ച കൃഷ്ണന് സംഭവസ്ഥലത്ത് നിന്ന് തന്നെ ബോധം നഷ്ടമായിരുന്നു. റിട്ടയർഡ് ദിനേശ് ബീഡി തൊഴിലാളിയായ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ശക്തമായ ആഘാതത്തിൽ 2 തവണ റോഡിൽ കറങ്ങിത്തിരിഞ്ഞ കാർ വന്ന ദിശയിലേക്ക് തന്നെ തിരിഞ്ഞാണ് നിന്നത്. അരമണിക്കൂറിന് ശേഷം മറ്റൊരു ബസ് എത്തിയാണ് അധ്യാപകരെയും കുട്ടികളെയും വീടുകളിലെത്തിച്ചത്. പരേതരായ ആലാമി മാണിക്കം ദമ്പതികളുടെ മകനാണ് കൃഷ്ണൻ. രാമൻ, കമ്മാടത്തു, മാധവി, ശാരദ, അശോകൻ എന്നിവർ സഹോദരങ്ങളാണ്. അപകടം നടന്ന് 20 മിനിറ്റ് കഴിഞ്ഞാണ് സ്ഥലത്ത് പോലീസ് എത്തിയത്. ആദ്യം 2 സിവിൽ പോലീസ് ഓഫീസർമാരാണ് എത്തിയത്. വിവരമറിഞ്ഞ് ഇൻസ്പെക്ടർ പി അജിത് കുമാറും സ്ഥലത്തെത്തി. അപകടത്തെ തുടർന്ന് നഗരത്തിലുണ്ടായ ഗതാഗതക്കുരുക്ക് നാട്ടുകാർ ഇടപെട്ടാണ് ക്രമീകരിച്ചത്. ഇൻസ്പെക്ടർ പി അജിത് കുമാർ സ്ഥലത്തെത്തിയ ശേഷമാണ് ഗതാഗതക്കുരുക്കിന് പരിഹാരമായത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ട കാർ റോഡിൽ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ചാണ് കാർ റോഡിൽ നിന്നും നീക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പുലിക്കുന്നിൽ നവീകരണ പ്രവൃത്തിയെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ശനിയാഴ്ച മുതൽ ഒഴിവാക്കും. പ്രവൃത്തിക്കായി റോഡ് അടച്ചതിനെ തുടർന്ന് യാത്രക്കാരും ഡ്രൈവർമാരും കടുത്ത ദുരിതമാണ് നേരിട്ടത്. ഇത് സംബന്ധിച്ച് KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പണി വേഗത്തിൽ പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ പ്രസ് ക്ലബ്ബ് ജംഗ്ഷന് സമീപം പുലിക്കുന്നിൽ ചന്ദ്രഗിരിപ്പാലം വരെ റോഡ് തകർന്നതിനെ തുടർന്ന് സെപ്റ്റംബർ 19 മുതലായിരുന്നു റോഡടച്ച് നവീകരണ പ്രവൃത്തി തുടങ്ങിയത്. 10 ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുവാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ പണി നീണ്ടതിനാൽ അടച്ചിടൽ വീണ്ടും 5 ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. പ്രവൃത്തിക്കായി റോഡ് അടച്ചിട്ടതിനെ തുടർന്ന് കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കുന്നതിൻ്റെയും രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നതിൻ്റെയും ദുരിതത്തിലായിരുന്നു ഡ്രൈവർമാരും യാത്രക്കാരും. ഇത് സംബന്ധിച്ച് KCN വാർത്ത റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പണി വേഗത്തിൽ പൂർത്തീകരിച്ച് ശനിയാഴ്ച ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകുന്നത്. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. റോഡ് മുഴുവനായി തകർന്നിരിക്കുന്ന പുലിക്കുന്നിൽ 45 മീറ്റർ ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് പ്രവൃത്തി. ഇതിനായി 25 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോക്സോ കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി. നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടി നൽകിയ പരാതി പ്രകാരമാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. മുകേഷ് MLA അടക്കമുള്ള സിനിമാ നടന്മാർക്കെതിരെ പീഡന ആരോപണങ്ങൾ ഉന്നയിച്ച നടി പോക്സോ കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി.
കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. ഹർജി ഏതാനും ദിവസം മുൻപ് കോടതി പരിഗണിച്ചിരുന്നു. അപേക്ഷയിൽ ഏത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകാതിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗികാരോപണമുന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുകൂടിയായ പെൺകുട്ടി നൽകിയ പരാതി പ്രകാരമാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈയിലെത്തിച്ച് പലർക്കും തന്നെ കാഴ്ചവെച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. നടി കാസർഗോഡ് കോടതിയെ കൂടാതെ 13 ജില്ലാ കോടതികളിലും കൊച്ചി, ചെന്നൈ ഹൈക്കോടതികളിലും മുൻകൂർ ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജികൾ പരിഗണിക്കുവാനിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേബിൾ TV മേഖലയ്ക്കായി ജീവിതം സമർപ്പിച്ച NH അൻവറിന് ആദരം. കണ്ണൂർ COA ഭവന്റെയും കണ്ണൂർ വിഷൻ ചാനലിന്റെയും പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ആദരം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി NH അൻവറിന്റെ പത്നി ആശ അൻവറിന് ഉപഹാരം നൽകിയായിരുന്നു ആദരവേകിയത്. അന്തരിച്ച മുൻ COA സംസ്ഥാന പ്രസിഡന്റും കേരള വിഷൻ സ്ഥാപക ചെയർമാനുമായിരുന്ന NH അൻവറിന് കണ്ണൂർ COA ഭവന്റെയും കണ്ണൂർ വിഷൻ ചാനലിന്റെയും പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദരവേകി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി NH അൻവറിന്റെ പത്നി ആശ അൻവറിന് ഉപഹാരം സമർപ്പിച്ചായിരുന്നു ആദരവേകിയത്. COA ഭവൻ കോൺഫറൻസ് ഹാളിൽ NH അൻവറിന്റെ ഫോട്ടോ അനാച്ഛാദന ചടങ്ങും നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് അനാച്ഛാദനം നിർവഹിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരവും കൈമാറി. കണ്ണൂർ വിഷൻ ചാനൽ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സക്സസ് സ്റ്റോറീസിന്റെ 100ാം എപ്പിസോഡ് ആഘോഷവും ചടങ്ങിൽ നടന്നു. P. സന്തോഷ് കുമാർ MP, കണ്ണൂർ നഗരസഭാ മേയർ മുസ്ലിം മഠത്തിൽ, മുൻമന്ത്രി EP ജയരാജൻ, സിനിമാ താരം ശങ്കർ പണിക്കർ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, MD സുരേഷ് കുമാർ, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, കേരള വിഷൻ ചാനൽ ചെയർമാൻ PSCB, MD പ്രജീഷ് അച്ചാണ്ടി, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, വിവിധ കമ്പനികളുടെ ഡയറക്ടർമാർ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ, സെക്രട്ടറി MR രജീഷ്, COA സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റേത് ദുർഭരണമെന്നാരോപിച്ച് BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ കാസർഗോഡ് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. BC റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കമുള്ള 300ഓളം പേർ പങ്കെടുത്തു. കളക്ടറേറ്റ് കവാടത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. BJP ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ರವೀಶ್ ತಂತ್ರಿ ಕುಂಡಾರ್ ಮಾರ್ಚ್ ಉದ್ಘಾಟನೆ ചെയ്തു. ಇವತ್ತು ಮುಖ್ಯಮಂತ್ರಿ ಪಿಣರಾಯಿ ವಿಜಯನ್ರ ರಾಜಕೀಯ ಕಾರ್ಯದರ್ಶಿ ಪೊಲಿಟಿಕಲ್ ಸೆಕ್ರೆಟರಿಯ ಭಾಗದಲ್ಲಿ ನಡೆದಿರುವಂತಹ ಹಗರಣ, ಪೊಲೀಸ್ ಇಲಾಖೆಯ ಉನ್ನತ ಉದ್ಯೋಗಿಯಿಂದ ಬಂದಿರುವಂತಹ ಹಗರಣವನ್ನು ಎಲ್ಲವನ್ನೂ ಕೂಡ ಒಮ್ಮೆ ಆ ಪೊಲೀಸ್ ಅಧಿಕಾರಿಯ ಮೇಲೆ ಕ್ರಮವನ್ನು ಕೈಗೊಳ್ಳಲಿಕ್ಕೆ ಮುಂದಾದಂಥ ಮುಖ್ಯಮಂತ್ರಿ ಪಿಣರಾಯಿ ವಿಜಯನ್ರವರಿಗೆ ಈ ತನಿಖೆ ಮುಂದುವರೆದರೆ ತನ್ನ ರಾಜಕೀಯ ಕಾರ್ಯದರ್ಶಿಗೆ ಮುಟ್ಟುವಾಗ ಅದು ತನಿಗೂ ಬಾಧಕವಾಗ್ತದೆ ಎಂಬುದನ್ನು ಗಮನಿಸಿದ ಕೂಡಲೇ ಆ ಪೊಲೀಸ್ ಅಧಿಕಾರಿಯ ಮೇಲೆ ಕಾನೂನಿನ ಕ್ರಮ ಕೈಗೊಳ್ಳುವುದಕ್ಕೆ ಬದಲಾಗಿ ಅವರನ್ನು ವರ್ಗಾವಣೆ ಮಾಡಿ ಇಷ್ಟೇ ಮಾಡುವುದು ಅಂತ ಹೇಳುವಂಥ ನಿರ್ಣಯಕ್ಕೆ ಬಂದರು. BJP സംസ്ഥാന സമിതി അംഗം സതീഷ് ചന്ദ്ര ഭണ്ഡാരി അധ്യക്ഷത വഹിച്ചു. ദേശീയ സമിതി മെമ്പർമാരായ സവിത ടീച്ചർ, പ്രമീള C. നായക്, ജില്ലാ സമിതി അംഗം പുഷ്പ അമൈക്കള, രാമപ്പ മഞ്ചേശ്വരം, സുകുമാർ കുതിരപ്പാടി, മാധവ മാസ്റ്റർ, ധനഞ്ജയ മധുർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് സംഘാടക സമിതിയായി. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 1-2 തീയതികളിലായാണ് പരിപാടി. സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ചെയർമാനായി CH കുഞ്ഞമ്പു MLA തിരഞ്ഞെടുത്തു. കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. നവംബർ 1-2 തീയതികളിലായി ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജില്ലാ ശാസ്ത്രോത്സവത്തിനുള്ള സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിത SN അധ്യക്ഷത വഹിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു ചെയർമാനും ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ വർക്കിംഗ് ചെയർമാനും DDE TV മധുസൂദനൻ കൺവീനറും കാസർഗോഡ് DEO ട്രഷററുമായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. 15 സബ് കമ്മിറ്റികളുടെയും ചെയർമാൻമാരെയും കൺവീനർമാരെയും തിരഞ്ഞെടുത്തു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലും ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമാണ് മത്സരം നടത്തുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ മുഖ്യാതിഥിയായും മുൻ മന്ത്രിയും സ്കൂൾ മാനേജറുമായ CT അഹമ്മദ് അലി വിശിഷ്ടാതിഥിയായും പങ്കെടുത്ത് യോഗത്തെ അഭിസംബോധന ചെയ്തു. ഗണിതശാസ്ത്ര ക്ലബ് സെക്രട്ടറി കൃഷ്ണദാസ് പലേരി, ശാസ്ത്ര ക്ലബ് സെക്രട്ടറി അർജുനൻ, സാമൂഹ്യശാസ്ത്ര ക്ലബ് സെക്രട്ടറി മധുസൂദനൻ A, കൈറ്റ് സ്കൂൾ മാസ്റ്റർ ട്രെയിനർ റോജി ജോൺ, GUP സ്കൂൾ ചെമ്മനാട് വെസ്റ്റ് ഹെഡ് മാസ്റ്റർ ബെന്നി PT എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. DEO ദിനേശ V ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സുകുമാരൻ നായർ A പാനൽ അവതരിപ്പിച്ചു. ജില്ലാ വികസനകാര്യ ചെയർപേഴ്സൺ ഗീതാ കൃഷ്ണൻ, ജില്ലാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശകുന്തള, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബദറുൽ മുനീർ NA, ചെമ്മനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൻസൂർ കുരിക്കൾ, വാർഡ് മെമ്പർ അമീർ പാലോത്ത്, PTA പ്രസിഡന്റ് PM അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. DDE TV മധുസൂദനൻ സ്വാഗതവും ഹെഡ് മാസ്റ്റർ വിജയൻ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഈസ്റ്റ് യൂണിറ്റ് കാസർഗോഡ് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലാണ് മത്സരം നടത്തിയത്. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഈസ്റ്റ് യൂണിറ്റ് കാസർഗോഡ് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ വെച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. സ്കൂളിലെ 160 കുട്ടികൾ മത്സരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സഞ്ജീവ റായ്, സുരേഷ് ചന്ദ്ര, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അഖിൽ എന്നിവർ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. യൂണിറ്റ് സെക്രട്ടറി സുജിത് ഇൻഫോക്കസ്, യൂണിറ്റ് PRO ശ്രീകാന്ത്, യൂണിറ്റ് ട്രഷറർ മനീഷ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപിക ജയലക്ഷ്മി സ്വാഗതവും ധന്യ ടീച്ചർ നന്ദിയും പറഞ്ഞു. ശേഷം വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഇളമ്പച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലാ രാജീവ് ജി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രഭൂമിയായ ഒളവറ ഉളിയംകടവിലേക്ക് ഗാന്ധി സ്മൃതിയാത്ര നടത്തി. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ സ്മൃതിയാത്രയിൽ സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്തു. രാജീവ് ജി കൾച്ചറൽ സെന്റർ ആസ്ഥാനമായ DK രവീന്ദ്രൻ സ്മാരക മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തി മഹാത്മാജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. വൈകുന്നേരം ഇളമ്പച്ചി രാജീവ് ജി കൾച്ചറൽ സെന്റർ പരിസരത്ത് നിന്നും ആരംഭിച്ച ഗാന്ധി സ്മൃതിയാത്ര പ്രമുഖ ഗാന്ധിയൻ പ്രവർത്തകൻ KV രാഘവൻ മാസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഉളിയംകടവിൽ നടന്ന സമാപന യോഗം M. രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. രാജീവ് ജി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് C. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK സത്യനാഥൻ മാസ്റ്റർ, ട്രഷറർ TV കുഞ്ഞികൃഷ്ണൻ, CM ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഐക്കർ പോസ്റ്റ് ഗ്രാജുവേറ്റ് അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ KV ദൃശ്യയെ സമാപന ചടങ്ങിൽ അനുമോദിച്ചു. PC രാധാകൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഗ്രാമങ്ങളോ നഗരങ്ങളോ വ്യത്യാസമില്ലാതെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന നാട്ടിലെ സംസ്കാരം മാറ്റണമെന്നും നാടിനെയും മണ്ണിനെയും സംരക്ഷിക്കാൻ മനുഷ്യൻ മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിച്ച് NSS വോളണ്ടിയർമാരുടെ നാടകം. രോഗങ്ങളില്ലാത്ത ശുചിത്വ സുന്ദര കേരളം എന്ന ആശയാടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളുടെ നാടകം ഗാന്ധി ജയന്തി ദിനത്തിൽ അരങ്ങിലെത്തിയത്. പകർച്ചവ്യാധികളുടെ പടയോട്ടക്കാലത്ത് എലികളുടെ കൂത്തരങ്ങായി നാട് മാറിയിട്ടുണ്ട്. ശുചിത്വമുള്ളൊരു നാടിനെ സൃഷ്ടിക്കുക എന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം മുഖവിലേക്കെടുത്താണ് ഇത്തരമൊരു കലാസൃഷ്ടിക്ക് വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങിയത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗത്തിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന 12 വിദ്യാർത്ഥികൾ നാടകം അവതരിപ്പിച്ചത്.
അഭിനയത്തോടൊപ്പം സംഗീത നിയന്ത്രണവും സാങ്കേതിക കാര്യങ്ങളും NSS വോളണ്ടിയർമാരാണ് കൈകാര്യം ചെയ്തത്. ഗാന്ധിജി മുന്നോട്ട് വച്ച ആശയങ്ങളിൽ സമകാലീന പ്രാധാന്യത്തോടുകൂടി ഇന്നും മുന്നിട്ട് നിൽക്കുന്നതാണ് ശുചിത്വം എന്നതിനാൽ ഒക്ടോബർ 2 പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നാടകം ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ ഇവർ അരങ്ങേറ്റം കുറിച്ചു. പടന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേരയാണ് നാടകരചനയും സംവിധാനവും നിർവഹിച്ചത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കൗമാര സൗഹൃദ ആരോഗ്യ കേന്ദ്രം കൗൺസിലർ VV പ്രീതയാണ് മേൽനോട്ടം വഹിച്ചത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി പരിസരത്ത് ആദ്യ അവതരണം നടന്നു. താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാധിക സോമൻ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC പ്രിൻസിപ്പാൾ P. സീമ, NSS പ്രോഗ്രാം ഓഫീസർ VK രാജേഷ്, സീനിയർ നഴ്സിംഗ് ഓഫീസർ ബിനി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. NSS വോളണ്ടിയർമാരായ സുഹാന രാജ്, മുഹമ്മദ് ഹംദാൻ എന്നിവർ കലാ അവതരണത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ നമ്മുടെ ശുചിത്വം നമ്മുടെ കൈകളിൽ എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ലഘുലേഖ വിതരണവും ആശുപത്രി പരിസരം ശുചീകരിക്കലും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ ചെറുവത്തൂർ അക്ഷര ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. K. ജയറാം പ്രകാശ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെറുവത്തൂർ അക്ഷര വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാര പ്രഖ്യാപനവും ഗാന്ധി ജയന്തി ആഘോഷവും നടത്തി. അക്ഷര ഹാളിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് P. വേണുഗോപാലൻ അംഗീകാരപത്രം ഗ്രന്ഥാലയം ഭാരവാഹികൾക്ക് കൈമാറി. അക്ഷര ഗ്രന്ഥാലയം പ്രസിഡന്റ് KK രാജൻ അധ്യക്ഷത വഹിച്ചു. അക്ഷര ഫൈൻ ആർട്ട് സൊസൈറ്റി രക്ഷാധികാരി K. ജയറാം പ്രകാശ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ ഉണ്ണികൃഷ്ണൻ കണ്ണംകുളം, ഗ്രന്ഥാലയം സെക്രട്ടറി MP. ജയരാജ്, ട്രഷറർ PV. ബിനു, അക്ഷര ഫൈൻ ആർട്ട് സൊസൈറ്റി പ്രസിഡന്റ് PK. ഭാസ്കരൻ, സെക്രട്ടറി രമേശൻ മടിക്കുന്ന് എന്നിവർ സംസാരിച്ചു. രാവിലെ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും മധുരപലഹാര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വയജ്ഞം സംഘടിപ്പിച്ച് മഞ്ചേശ്വരം ഇൻഫന്റ് ജീസസ് സ്കൂൾ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളാണ് ശുചീകരണം നടത്തിയത്. ഗാന്ധി ജയന്തി ദിനത്തിൽ മഞ്ചേശ്വരം ഇൻഫന്റ് ജീസസ് സ്കൂൾ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് മഞ്ചേശ്വരം കടൽ തീരത്ത് ശുചിത്വയജ്ഞം സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ശുചിത്വ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. Gandhi's philosophy of non-violence and truth continues to inspire generations. Gandhi Jayanti 2024 marks the 155th birth anniversary of Mahatma Gandhi. Schools, colleges, organizations across the country host events to pay tribute to his life and contributions. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ശാന്തി ലവീന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബീച്ചിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സംസ്കരിച്ച് വിദ്യാർത്ഥികൾ ബീച്ച് ശുചീകരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിൽ പ്രത്യേക പരിപാടി വലിയ പങ്ക് വഹിച്ചു. സ്കൂൾ മേധാവി എഡ്വിൻ ഫ്രാൻസിസ് പിൻഡോ, അധ്യാപകരായ ഉഷ കിരൺ, പ്രേമലത മൊന്തേരോ, സുനിത KN, ആശാകുമാരി ഐല, അനിത, സ്കൂൾ ജീവനക്കാരായ സുനിത ഡിസോസ, ശ്വേത ഡിസോസ, ജൂലിയറ്റ് എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ ശുചീകരണ പ്രവർത്തനത്തിന് പൊതുമേഖലയിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ്. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിയുടെ ജന്മനക്ഷത്ര വൃക്ഷത്തൈ നട്ട് കാസർഗോഡ് ചിന്മയ വിദ്യാലയ. പരിപാടിയുടെ ഭാഗമായി PV ദിവാകരൻ വിദ്യാർത്ഥികൾക്ക് 100 അശോക വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ ഗാന്ധിജിയുടെ ജന്മനക്ഷത്രമായ വൃക്ഷമായ നാഗപ്പൂവ് വൃക്ഷത്തൈ നട്ട് ചിന്മയ വിദ്യാലയ വിവിധ പരിപാടികളോടെ ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചു. സീഡ് ക്ലബിൻ്റെയും സോഷ്യൽ ക്ലബിൻ്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും കർഷക ശാസ്ത്രജ്ഞനുമായ PV ദിവാകരൻ, ചിന്മയ മിഷൻ കേരള ഘടകം മേധാവിയും വിദ്യാലയ പ്രസിഡന്റുമായ സ്വാമി വിവിക്താനന്ദ സരസ്വതിക്ക് നാഗപ്പൂവ് വൃക്ഷത്തൈ നൽകി പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുടർന്ന് സ്വാമി വിവിക്താനന്ദ സരസ്വതി മഹാത്മാഗാന്ധി അനുസ്മരണം നടത്തി. ചടങ്ങിൽ PV ദിവാകരനെ പ്രശസ്തിപത്രവും മെമൻറ്റോയും നൽകി ആദരിച്ചു. തുടർന്ന് PV ദിവാകരൻ വിദ്യാർത്ഥികൾക്ക് 100 അശോക വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു.
ക്യാമ്പസിലുള്ള നക്ഷത്രവനത്തിൽ സ്വാമി വിവേകാനന്ദ സരസ്വതി നാഗപ്പൂവ് വൃക്ഷത്തൈ നടുകയുണ്ടായി. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വിദ്യാലയ പരിസരം വൃത്തിയാക്കി. വിദ്യാലയ പ്രിൻസിപ്പൽ KC സുനിൽകുമാർ, വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത് B, പ്രഥമാധ്യാപിക പൂർണിമ SR തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളായ പ്രാർത്ഥന R രഞ്ജീവ് സ്വാഗതവും ഹർഷിനി ഹരിഹരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് BEM സ്കൂളിൽ കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നാടക പരിശീലകൻ ശ്രീധരൻ എതിർത്തോട് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് BEM സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നാടക പരിശീലകൻ ശ്രീധരൻ എതിർത്തോട് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കലോത്സവ നഗരികൾ പല കാര്യത്തിലും പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് ഒരു കുട്ടിയെ എങ്ങനെ വളർത്തെടുക്കാം, അവരെ നല്ല കുട്ടികളായി മാറ്റണമെങ്കിൽ ഇതുപോലുള്ള കലോത്സവങ്ങൾ നടക്കണം. ഒരുപാട് വേദികളിൽ കുട്ടികൾ കയറിയിറങ്ങി അവരെ ആ സഭാകമ്പനം, സ്റ്റേജ് ഫെയർ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റിയെടുക്കണം. അപ്പോഴാണ് ശരിക്കും നമ്മൾ ജനങ്ങളിലിടയിലേക്ക് ചെന്ന് സംസാരിക്കുവാനും ആശയവിനിമയം നടത്താനും ഒരു ധൈര്യം കിട്ടുന്നതും. പൊതുസമൂഹത്തോട് ഇന്ന് പൊരുതി നിൽക്കേണ്ട നിങ്ങൾ അങ്ങനെയുള്ളൊരു നല്ലൊരു കുട്ടിയെ ഇത്തരത്തിലുള്ള വേദികൾ വളർത്തിയെടുക്കും. സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് ചന്ദ്ര അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് പ്രേംജിത്ത്, മദർ PTA പ്രസിഡന്റ് ഉഷ കിരൺ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രസിഡന്റ് ഡോക്ടർ KN വെങ്കട്ടരമണ ഹൊള്ള, സ്റ്റാഫ് സെക്രട്ടറി യശവന്ത Y എന്നിവർ സംസാരിച്ചു. സ്കൂളിന്റെ നേതൃത്വത്തിൽ ശ്രീധരൻ എതിർത്തോടിനെ ആദരിച്ചു. അധ്യാപിക ഷേളി പരിപാടി നിയന്ത്രിച്ചു. ഹെഡ്മാസ്റ്റർ ഗണേഷ് സ്വാഗതവും സ്കൂൾ കലോത്സവ കൺവീനർ ലോഹിതാക്ഷി നന്ദിയും പറഞ്ഞു. കലോത്സവം നാളെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ഡിസംബർ ആദ്യവാരം പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം സംഘടിപ്പിക്കും. ഫണ്ട് ശേഖരണം തുടങ്ങി. പൂർവ്വ വിദ്യാർത്ഥിയും കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാനുമായ പാലക്കി C കുഞ്ഞാമത് ഹാജി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ട്രഷറർ A ഹമീദ് ഹാജിക്ക് ആദ്യ ഫണ്ട് കൈമാറി. 1940 സ്ഥാപിതമായ അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ നാളിതുവരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം ഡിസംബർ ആദ്യവാരം നടക്കും. കുടുംബസംഗമത്തിന്റെ വിജയത്തിനായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റും മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാനുമായ പാലക്കി C കുഞ്ഞാമത് ഹാജി നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ട്രഷറർ A ഹമീദ് ഹാജി ഫണ്ട് ഏറ്റുവാങ്ങി. സ്കൂൾ പ്രധാനാധ്യാപകൻ B മോഹനൻ, PTA പ്രസിഡന്റ് ജാഫർ പാലായി, മദർ PTA പ്രസിഡന്റ് രമ്യ സുനിൽ, വികസന സമിതി ചെയർമാൻ K രാജൻ, കൺവീനർ AP രാജൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ജോയിന്റ് സെക്രട്ടറി അധ്യാപിക ഹാജറ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിന് മൻസൂർ ഹോസ്പിറ്റൽ നൽകുന്ന ക്ലോക്കുകൾ പ്രധാനാധ്യാപകൻ ഏറ്റുവാങ്ങി. ഉംറ നിർവഹിക്കാനായി വിദേശത്തേക്ക് പോകുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് ഐക്കാട്ടിനെ ചടങ്ങിൽ കുഞ്ഞാമത് പാലക്കി ഷാളണിയിച്ച് ആദരിച്ചു. സെക്രട്ടറി രാജേഷ് കാറ്റാടി സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുമാ രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി വനിതാ കൂട്ടായ്മയും ഓണാഘോഷവും സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഒരുക്കി. റേഷൻ വ്യാപാരികൾക്ക് വേതന വർധനവ് അനുവദിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ 12:30 വരെയും 3:30 മുതൽ 6 മണി വരെയും പുനർനിർണയിക്കുക, എല്ലാ സർക്കാർ അവധി ദിവസങ്ങൾ റേഷൻ കടകൾക്കും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് വനിതാ കൂട്ടായ്മ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഹോസ്ദുർഗ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും വനിതാ കൂട്ടായ്മയും അനുമോദന സദസ്സും സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി A നടരാജൻ ഉദ്ഘാടനം ചെയ്തു. അനിൽ പള്ളിക്കണ്ടം അധ്യക്ഷത വഹിച്ചു. സുരേഷൻ മേലാങ്കോട്, K രാജേന്ദ്രൻ, K ശശിധരൻ, അഡ്വക്കേറ്റ് PV സുരേഷ്, സുരേഷൻ അമ്പലത്തറ, സുധീഷ്, സത്യൻ ചെറുവത്തൂർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. K മണികണ്ഠൻ സ്വാഗതവും ശബരീഷൻ നന്ദിയും പറഞ്ഞു. ഹോസ്ദുർഗ് താലൂക്ക് വനിതാവേദിയുടെ പ്രസിഡന്റായി രതീഷ് സുരേഷ് മേലാങ്കോട്ടിനെയും സെക്രട്ടറിയായി MP രജിതയെയും സഹഭാരവാഹികളായി ഷൈമ ക്ലായിക്കോട്, കൗസല്യ ഗോവിന്ദൻ, ഗ്രീഷ്മ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ദർശനത്തിനായി വൻ തിരക്ക്. പെരിയ ഇരട്ടക്കൊലപാതകം സാക്ഷി വിസ്താരം പൂർത്തിയായി. ഈ മാസം അവസാനത്തോടെ വിധി ഉണ്ടായേക്കും. സ്കൂൾ ബസ് അപകടത്തിൽ കാൽനടയാത്രക്കാരൻ മരിച്ച സംഭവം നടുക്കം മാറാതെ കാഞ്ഞങ്ങാട്. പുലിക്കുന്നിലെ നവീകരണ പ്രവൃത്തി പൂർത്തിയാകുന്നു. റോഡടച്ച് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ശനിയാഴ്ച മുതൽ ഒഴിവാക്കും. പോക്സോ കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി. കേസ് രജിസ്റ്റർ ചെയ്തത് ബന്ധുവായ പെൺകുട്ടി നൽകിയ പരാതിയിൽ. NH അൻവറിന് ആദരം. കണ്ണൂർ COA ഭവന്റെയും കണ്ണൂർ വിഷൻ ചാനലിന്റെയും പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ആദരമേകിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.